ഈ ഭക്ഷണമൊക്കെ വിവാദമാക്കുന്നത് വളരെ തെറ്റായൊരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും അവരുടെ പ്രിഫറൻസ് ഉണ്ട് ഭക്ഷണത്തിൽ. ആ ഭക്ഷണത്തിന് എൻ്റെ പ്രിഫറൻസ് എനിക്ക് പറയാൻ പറ്റും. ഇപ്പം ഞാൻ അധികവും വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളാണ്. ഒരുപാട് നോൺ വെജിറ്റേറിയൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് താല്പര്യമില്ല, മാത്രമല്ല എൻ്റെ ആരോഗ്യത്തിനോട് യോജിച്ചതുമല്ല. അതുകൊണ്ട് ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കാറില്ല. അതെൻ്റെ ഇഷ്ടമാണ്. എനിക്ക് ചില പച്ചക്കറികൾ ഇഷ്ടമല്ല, ചില പച്ചക്കറികൾ കൂടുതൽ ഇഷ്ടമാണ്. അതും എൻ്റെ ഇഷ്ടമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നല്ലത്, ഏതെങ്കിലും ഒന്ന് ചീത്ത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏത് മീൻ വേണം എന്നുള്ള കാര്യത്തിൽ നെയ്മീൻ വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, എനിക്ക് മീനിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ചൂര, നെയ്മീൻ, രണ്ട് മീനിന്റെ പേരെ ഞാൻ കേട്ടുള്ളൂ. ചാള, അയില എന്നൊക്കെ വേറെയും കേട്ടിട്ടുണ്ട്. എനിക്കിതിന്റെ സ്വാദിൽ വ്യത്യാസം അറിയാത്തതുകൊണ്ട് അറിയില്ല ഏതാ നല്ല മീൻ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വിവാദം വന്നത് എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭക്ഷണക്രമത്തെക്കുറിച്ച് വിവാദമാണ്. യഥാർത്ഥത്തിൽ ആ വിവാദം വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പിണറായി വിജയന്റെ കൂടെ മന്ത്രിയായിരുന്ന CPI നേതാവ് എന്തും തുറന്നു പറയുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ദിവാകരൻ. സഖാവ് ദിവാകരൻ പറഞ്ഞപ്പോഴാണ് ഈ വിഷയം വന്നത്. അദ്ദേഹം ഏതോ ഒരു ജാഥ നടത്തിയെന്നും ആ ജാഥയിൽ ഇവർ രണ്ടുപേരും പങ്കെടുത്തിരുന്നുവെന്നും തിരുവനന്തപുരത്ത് ആനത്തലവട്ടം ആനന്ദൻ എന്ന് പറയുന്ന, ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, കരുത്തനായ തൊഴിലാളി സഖാവിന്റെ വീട്ടിൽ ഇവർ ഭക്ഷണത്തിന് ചെല്ലുന്നു. ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ മീൻകറിയുണ്ട്. അന്ന് മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണ്. ഈ മീൻ തപ്പി നോക്കിയിട്ട് ഇതെന്താ മീനെന്ന് ചോദിക്കുന്നു. ചോരയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വരുന്നു. അദ്ദേഹം അത് കഴിക്കുന്നില്ല. അദ്ദേഹം കഴിക്കാതെ എഴുന്നേറ്റ് പോയി വേറെന്തോ ചെയ്തു. പിറ്റേ ദിവസം ഇതറിഞ്ഞ് പിറ്റേ ദിവസത്തെ ഊണ് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലത്ത് രാവിലെ തന്നെ പാളയം മാർക്കറ്റിൽ പോയി നല്ല നെയ്മീൻ വാങ്ങി വറുത്ത് പൊരിച്ചോ കറിയോ എന്തായാലും അത് അദ്ദേഹത്തിന് കൊണ്ടുവയ്ക്കുന്നു. നെയ്മീൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാകുന്നു. ഇതാണ് ദിവാകരൻ പറഞ്ഞ കഥ. ആളുകൾ അങ്ങ് ട്രോൾ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ട്രോളിനാണല്ലോ ഒരു കുറവില്ലാത്തത്. എല്ലാവരും ട്രോൾ ചെയ്യാൻ തുടങ്ങി. മുഖ്യമന്ത്രിക്ക് നെയ്മീനാണ് ഇഷ്ടം, ചൂര ഇഷ്ടമല്ല, ചൂര നിരോധിക്കണം. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ട്? ആ ട്രോള് തന്നെ അർത്ഥശൂന്യല്ലേ? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളത്, മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ലോ പിണറായി വിജയൻ. അദ്ദേഹം ചെറുപ്പത്തിൽ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച ആളാണ്, ശരിയാണ്. ഒരു വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്, ഒരു തൊഴിലാളി വർഗ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അത് അദ്ദേഹത്തിന് അഭിമാനകരമായൊരു കാര്യമാണ്. നമ്മളൊക്കെ വലിയ ദരിദ്രത്തിൽ നിന്ന്, വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് ജനിച്ചു വളർന്നവർ. അത് ഇപ്പൊ നമ്മൾ മെച്ചപ്പെട്ടൊരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവുകൊണ്ടും നമുക്ക് സമൂഹം നൽകുന്ന അംഗീകാരം കൊണ്ടും ഒക്കെയാണ്. ആ അർത്ഥത്തിലാണ് ഇപ്പൊ അദ്ദേഹത്തിന് നെയ്മീൻ വേണോ ചൂര വേണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായത്. പക്ഷെ ദാരിദ്ര്യത്തിന്റെ കാലത്ത് നമുക്ക് നെയ്മീനോ ചൂരയോ എന്ത് മീൻ കിട്ടിയാലും കഴിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവും. അതൊന്നുമില്ല എന്ന് പറയുന്നത് ഞാനും കഴിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം അല്ലെങ്കിൽ പറ്റാത്ത ഭക്ഷണം ഒക്കെ നമ്മൾ കഴിക്കും. വിശന്നാ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അതല്ല, അദ്ദേഹത്തിന് ഏത് ഭക്ഷണം വേണമെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു ആഡംബരമായി കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മുഖ്യമന്ത്രിയുടെ ആഡംബരത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ധൂർത്തിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ള ആളാണ് ഞാൻ, മറ്റു പല കാര്യങ്ങളിലും. അത് നീന്തൽക്കുളമായാലും തൊഴുത്തായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റായ ഒരു പ്രവണതയായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഇക്കാര്യത്തിൽ. കാരണം അദ്ദേഹം അതിന് പ്രതികരിച്ചിട്ടില്ല, അത് പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് വലിയ തോതിൽ മുഖ്യമന്ത്രിക്കെതിരായ എന്തോ ഒരു സംഗതിയാണ് എന്ന അർത്ഥത്തിൽ എടുത്തിട്ട് അലക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. ദിവാകരൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹം കാണുന്നു. മുഖ്യമന്ത്രി കഴിവുള്ള ആളാണ്, തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളാണ്, തീരുമാനമെടുത്താൽ നടപ്പാക്കുന്ന ആളാണ്, ഒരു ടീം ലീഡറായി നിൽക്കാൻ പറ്റിയ ആളാണ്. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയെ കളിയാക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം വരണമെന്നോ അദ്ദേഹം വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം തുറന്നു പറയുന്ന ആൾ, അങ്ങനെ വളച്ചുകെട്ടി എന്ന് പറയുന്ന ആളല്ല ദിവാകരൻ. പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു സാധനം എടുത്ത് ഇതെന്തോ മുഖ്യമന്ത്രി എന്തോ ധൂർത്ത് കാണിക്കുന്നു എന്നോ ഒക്കെ പറഞ്ഞാൽ തീർച്ചയായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ലളിത ജീവിതം നയിക്കണം എന്നൊക്കെ നമ്മൾ പറയും, ഗാന്ധിയന്മാരാണെന്ന് പറയും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുള്ള പടങ്ങളൊക്കെ ആളുകൾ ഇട്ടിട്ടുണ്ട്. വഴിയരികിൽ നിന്ന് തട്ടുദോശ കഴിക്കുന്നതോ കഞ്ഞി കഴിക്കുന്നതോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെ ആരോഗ്യം അതിന് യോജിച്ചതായിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അനാവശ്യമായൊരു വിവാദത്തിലേക്കാണ് ഈ ചൂരയും
നെയ്മീനും ഒക്കെ ആയിട്ടുള്ള സംഗതി കൊണ്ടുപോയത് അത് രാഷ്ട്രീയത്തിന് ഗുണകരമല്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്.